പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം കൂടാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ, എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആളുകൾക്കിടയിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചെടുക്കുന്നതോ അല്ലെ നോളജോ ഇതൊന്നുമല്ല, മൈൻഡ് സെറ്റാണ്. അതായത് ഇത് എന്നെ കൊണ്ട് പറ്റുമോ, എനിക്ക് 10ാം ക്ലാസ്സിൽ ഇത്രയും മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് റൂമിൽ എനിക്ക് പലപ്പോഴും ടീച്ചേഴ്സ് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് എണീറ്റ് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല, പലപ്പോഴും ഞാൻ അടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് കുറേ ബാക്ക് സ്റ്റോറീസും മെമ്മറീസും ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള മെമ്മറീസ് പലപ്പോഴും നമ്മളെ പുള്ള് ചെയ്യും, നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും, ഇത് വേണ്ടത് എന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്നുള്ള സംഭവം. പക്ഷേ ജയൻ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കടന്ന് ഈ ഒരു വിജയത്തിലേക്ക് എത്തിയ ഒരാളാണ്. സോ അങ്ങനെയുള്ള ആളുകളോട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്, അത് ഉള്ളിലാണ് സ്ട്രഗിൾ, പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഇത് കാണാൻ പറ്റില്ല. ആ ഉള്ളിലുള്ള ആ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന ആളുകളോട് എന്താണ് ജയന് പറയാനുള്ളത്? ഞാൻ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഞാൻ കുറേ തവണ തോറ്റപ്പോഴും എനിക്ക് തോന്നിയതും ഇതേ ചോദ്യമാണ്. ഇതിന് മുമ്പ് ഈ സിവിൽ സർവീസിലേക്ക് വരുന്നതിന് ഞാൻ 25 വർഷം എടുത്തു. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ നമ്മളെ ഈ പറയുന്ന ഗ്രാമം ഇപ്പോൾ ഈ കേരളത്തിലെ റൂറൽ അർബൻ ഡിവൈഡ് അത്രത്തോളം എവിഡൻ്റ് അല്ലെങ്കിൽ പോലും ഈ ഇൻഫർമേഷൻ ആ രീതിയിലൊന്നും അവിടെ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നൊരു എക്സാമ്പിളോ അങ്ങനെ കാണുന്ന ആൾക്കാർ നമ്മളവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്കങ്ങനൊരു നോർമലി സൊസൈറ്റി നമുക്കൊരു ഫീൽ തോന്നും, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല എന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വന്നാലേ അത് അടുത്ത തലമുറയ്ക്ക് ഇതുപോലെ ചിന്തിക്കുന്നവർക്കൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. അപ്പോൾ ആദ്യം എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ എയിം ചെയ്യുന്ന ചെറിയ കാര്യത്തിന് വേണ്ടിയില്ല, വലിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, വളരെ റെയറായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരൊറ്റ ലൈഫല്ലേ ഉള്ളൂ, അത് നമ്മൾ മാക്സിമം എക്സൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചെറിയ കാര്യത്തിൽ ഒതുങ്ങാൻ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റാതിരിക്കുക. നമുക്കത് പറ്റുമോ എന്നുള്ള ചിന്ത വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ആസ്പിറേഷൻസ് കുറച്ചും കൂടി ലിമിറ്റാവുന്നു എന്നുള്ളതാണ്. നമ്മൾ വലിയ കാര്യങ്ങൾ എയിം ചെയ്തു, അതിന് തെറ്റൊന്നുമില്ലല്ലോ, അത് ആരോടും പറയണമെന്നില്ലല്ലോ. വലിയ കാര്യങ്ങൾ എയിം ചെയ്യുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി പ്രയത്നിക്കാനും ഡിറ്റർമിൻഡായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ആസ്പിറേഷൻ സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഒബ്സ്റ്റക്കിൾസും നമ്മളെന്ത് ചെയ്യും, ക്രോസ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ 4-5 വർഷം എടുത്തെങ്കിലും അത് ക്രോസ് ചെയ്തു സക്സസ് ആയില്ലേ, അതൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ എനിക്ക് നോർമലി നമ്മൾ റൂറൽ ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായി കുറച്ച് ഇപ്പോൾ അതെനിക്കുണ്ടാകുന്ന അറിയത്തില്ല. പക്ഷേ ഞാൻ സാധാരണ മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് വഴികളുണ്ട്. ഇപ്പോൾ ഒരുപാട് കോച്ചിങ് ക്ലാസ്സുകളുണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് മാത്രം പോരെ. ഗ്രാമർ എഴുതി നന്നായിട്ട് ഫുൾ ഗ്രാമർ എഴുതി നോക്കി കഴിഞ്ഞാൽ ഗ്രാമറൊന്നും എല്ലാവരും വായിച്ചൊന്നും നോക്കത്തില്ല. നമ്മൾ പറയുന്ന കാര്യം അവർക്ക് കൺവേ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. സിവിൽ സർവീസ് എഴുതുമ്പോഴും നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റൊന്നുമില്ല എഴുതുന്നത്, ഞാൻ എഴുതുന്ന പോയിൻ്റ് വൈസ് ആണ് എഴുതുന്നത്. ഈ കാര്യം അവർക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇംഗ്ലീഷ് നമുക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആൾക്കാരുമായിട്ട് ഡെയിലി സംസാരിച്ചാൽ മതി. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ മലയാളിയായിട്ട് സംസാരിക്കാൻ വലിയ പ്രശ്നമുള്ളൂ, ഏതെങ്കിലും കോൾ സെൻറ്ററിൽ വിളിച്ച് സംസാരിച്ചാൽ മതി. അതാകുമ്പോൾ BSNL എവിടെയെങ്കിലും വിളിച്ചിട്ടെങ്കിലും സംസാരിക്കുക, വെറുതെ സംസാരിക്കുക. ക്രെഡിറ്റ് കാർഡ്, SBI ഇതൊക്കെ വെറുതെ അങ്ങ് ഞാൻ പറയുന്നത് അതിലെന്താ തെറ്റ്? നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അവർക്ക് നമ്മൾ തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ. ഞാനിതൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ വെറുതെ എനിക്ക് ഇങ്ങോട്ട് വരുന്ന കോളിൽ ഞാൻ വെറുതെ സംസാരിക്കുമായിരുന്നു ഇങ്ങനെ, എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, അതൊരു കാര്യം. 2, നമുക്കറിയാത്ത ആൾക്കാരായിട്ട് സംസാരിക്കുക, മലയാളികളായിട്ട് സംസാരിക്കാതെ. അതാണ് നമുക്കൊരു പ്രശ്നം. ഫോറിനേഴ്സ് വരുമ്പോൾ അവരൊരു സംസാരിക്കും. ഞാൻ എൻ്റെ നാട്ടിൽ അവിടെ ഒരു ടൂറിസം സെൻ്ററൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ഫോറിനേഴ്സായിട്ട് സംസാരിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ പേടിയാണ് പ്രശ്നം. നമുക്ക് ചിലപ്പോൾ സംസാരിക്കാനൊക്കെ പറ്റും, നമുക്ക് പക്ഷേ പേടിയാണ്. പിന്നെ നമുക്ക് സ്പീഡ് കൂടും, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഇത് നമ്മൾ വളരെ കറക്റ്റായിട്ട് പറയണം എന്നുള്ള ടെൻഡൻസിയാണ് നമ്മളെ തെറ്റിക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, ഈ 2 കാര്യങ്ങൾ മാറ്റി വെച്ചാൽ വളരെ സ്ലോലി സംസാരിക്കുക. അവരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുക, ഒരു കുഴപ്പമില്ല. ഇപ്പോഴും സ്റ്റിൽ അത് സ്ട്രഗ്ലിംഗ് ആണ് പല ആൾക്കാർക്കും. ഇത് 2 മാറ്റി വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പിന്നെ അത് സംസാരിക്കേണ്ട കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അതാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. 2, ഈ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് പറ്റുമോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. നമ്മളെടുത്ത് നോക്കൂ, എത്രയോ ആൾക്കാർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത് ജയിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റത്തില്ല. ഇപ്പോൾ എൻ്റെ കേസ് നോക്കുക, ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്ത് ജയിച്ചതാണ്. ഈ പറയുന്ന എല്ലാ ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിരുന്നു, എനിക്ക് സക്സസ് ആവാൻ പറ്റിയില്ലേ? ഉറപ്പായിട്ടും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും വൈബ്രൻ്റ് ആയിരിക്കുന്ന സമയത്ത് അത്രത്തോളം പ്രശ്നമല്ല. ഇൻഫർമേഷൻ്റെ ഡിവൈഡും കുറവാണ്, ലാംഗ്വേജിൻ്റെ ബാരിയേഴ്സും കുറവാണ്. അപ്പോൾ അത്രയും ബെനിഫിറ്റ് ഉള്ളപ്പോൾ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിൽ മാത്രം പഠിച്ചു വന്ന ഒരാളാണ്. എനിക്ക് പറ്റുമെങ്കിൽ പിന്നെ ആർക്കും പറ്റത്തില്ലേ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയതുകൊണ്ട് എൻ്റെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്കൊരു ധൈര്യം കൊടുക്കാൻ എനിക്ക് പറ്റി.
ഇതന്നെ എനിക്ക് തോന്നിയ കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്ക് സൊസൈറ്റിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ലേ. നമ്മൾ കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരു ധൈര്യം കൊടുക്കാൻ പറ്റി. ഇപ്പോൾ എന്നെപ്പോലെ പഠിച്ച ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു ഫാമിലിയിലെ ഒരു മെമ്പറിന് മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിരുന്നാൽ പോലും ഈ പറയുന്ന അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന വലിയൊരു കാര്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് എവിഡൻ്റാണ്. കുറേ ആൾക്കാർ അതിന് ശേഷം വന്നു, ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ നമുക്കൊരു ധൈര്യം തോന്നുന്നുണ്ട് ചെയ്യാമെന്ന്. എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അത്രേ ഉള്ളത്. എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമുക്ക് പറ്റാത്തതൊന്നുമില്ല, പക്ഷെ അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എല്ലാ ബാരിയറും നമുക്ക് പൊളിക്കാമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അത് നമുക്ക് നേരെ എടുക്കാൻ പറ്റുന്ന അത്രേ ഉള്ളൂ.